നമസ്കാരം. കൈലാസത്തിലേക്ക് സ്വാഗതം. ഈ ഒരു ലക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ കാണുകയാണെങ്കിൽ 100% ഉറപ്പാണ് നിങ്ങൾക്ക് സ്വന്തമായി വീടും സ്ഥലവും വന്നു ചേരും. ഇത് വെറുതെ പറയുന്നതല്ല, നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന ആ അടയാളം എന്താണെന്ന് നോക്കാം. 100% ഗ്യാരണ്ടീഡ് ആയിട്ട് ലഭിച്ചിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ശ്രമിച്ചിട്ടും ഒരു സ്വന്തം വീടോ അല്ലെങ്കിൽ കുറച്ച് ഭൂമിയോ വാങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ഒരു ലക്ഷണം കണ്ടാൽ ലക്ഷ്മി ദേവിയുടെയും കുബേരൻ്റെയും അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നതിന് മുൻപ് കാണിക്കുന്ന ആ ഒരു പ്രധാന ലക്ഷണം ഇതാണ്. ഈ ഒരു ലക്ഷണം കണ്ടെങ്കിൽ ഇനി നിങ്ങൾ വിചാരിച്ചതെല്ലാം നടക്കും. സ്വന്തമായൊരു വീടും ഭൂമിയും വേണമെങ്കിൽ ഈ ലക്ഷണം മാത്രം ശ്രദ്ധിച്ചാൽ മതി. 100% ഉറപ്പാണ്. ഭാഗ്യം വരുന്ന വഴിയാണ്. നിങ്ങളുടെ സ്വപ്നത്തിൽ ക്ഷേത്രനട സ്വപ്നം കണ്ടാൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാലയും സമർപ്പിക്കുക. നമ്മുടെ സ്വപ്നങ്ങളിൽ ക്ഷേത്രനടയോ ശിവലിംഗമോ ശ്രീകൃഷ്ണനോ കൃഷ്ണഭഗവാനോ ദേവിയോ ആരെ സ്വപ്നം കണ്ടാലും നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. ഒരു മടിയും വിചാരിക്കരുത്, രാവിലെ തന്നെ പോകണം. ഇച്ചിരി നേരത്തെ പോയാൽ അത്രയും നല്ലത്. ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഒരു ചെമ്പരത്തിമാലയും കൂടി സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ വേറൊരു ലക്ഷണം കൂടെ കാണുന്നുണ്ട്. ഉപ്പൻ, ചെമ്പോത്തെന്ന് പറയത്തില്ലേ, ആ ഉപ്പനുണ്ടല്ലോ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ നടക്കുകയും പറന്ന് നടക്കുകയും ഒക്കെ ചെയ്താലും നിങ്ങൾക്ക് ഐശ്വര്യമാണ് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യമെല്ലാം സാധിക്കും. നിങ്ങൾക്ക് എന്ത് സാമ്പത്തികപരമായ ഉയർച്ചയുണ്ടാകും, കുടുംബത്തിൽ ഐക്യതയുണ്ടാവും, എല്ലാ കാര്യങ്ങളും ശരിയാവും. മുന്നോട്ട് ഇറങ്ങുന്നതെല്ലാം ശരിയാവും എന്ന് കാണിക്കുന്നതിനുള്ള അടയാളങ്ങളാണ് ഈ സ്വപ്നത്തിൽ ക്ഷേത്രനട കാണുന്നതും ശിവലിംഗം സ്വപ്നം കാണുന്നതും കൃഷ്ണഭഗവാനെ കാണുന്നതും ദേവിയെ കാണുന്നതും ഒക്കെ. ഈ ചെമ്പോത്ത് വരുന്നതും അതിൻ്റെ ഒരു ലക്ഷണമാണ്. ഈ ഉപ്പൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും നമ്മുടെ വീട്ടിൽ തന്നെ നെയ്വിളക്ക് കത്തിക്കണം. മടി വിചാരിക്കരുത്, രാവിലെയും വൈകിട്ടും തന്നെ കത്തിക്കണം. ചൊവ്വയും വെള്ളി ദിവസങ്ങളിൽ ഒരു ചൊവ്വയും ഒരു വെള്ളിയും മാത്രം ചെയ്തിട്ട് വീട്ടിൽ ഉപ്പനെ കണ്ടെന്നും പറഞ്ഞിരിക്കരുത്. കണ്ടു കഴിഞ്ഞാൽ തുടർന്നുള്ള എല്ലാ ചൊവ്വയും വെള്ളിയും രാവിലെയും വൈകിട്ടും നമ്മൾ നെയ്വിളക്ക് കത്തിക്കണം. കഴിവതും എല്ലാ ദിവസവും രാവിലെയും വിളക്ക് നമ്മൾ വീട്ടിൽ കത്തിക്കണം കേട്ടോ. വീട്ടിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കത്തിക്കണം. ഉപ്പനെ കാണുവാണെങ്കിൽ നമ്മൾ നെയ്വിളക്ക് കത്തിക്കണം. നമ്മൾ എല്ലാ ദിവസവും 1-ാം തീയതിയും നമ്മൾ നെയ്വിളക്ക് കത്തിക്കണം. ഭയങ്കര ഐശ്വര്യം ശ്രീലക്ഷ്മി ദേവിയുടെയും കുബേരൻ്റെയും അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നതിന് ഒരു ഉദാഹരണമാണിത്. നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. ഈ നെയ്വിളക്ക് ഉറപ്പായിട്ടും കത്തിക്കണം. ഇപ്പോൾ ഉപ്പൻ വന്നില്ലല്ലോ, ഉപ്പൻ വന്നിട്ട് നെയ്വിളക്ക് കത്തിക്കാമെന്ന് നോക്കിയിരിക്കണം. 1-ാം തീയതി, എല്ലാ 1-ാം തീയതിയും കഴിവതും വെള്ളിയാഴ്ചയും നിങ്ങൾ നെയ്വിളക്ക് രാവിലെയും വൈകിട്ടും കൊളുത്തുക. എല്ലാ ദിവസവും അല്ലാതെ വിളക്ക് സാധാ എണ്ണ ഒഴിച്ച് നമ്മുടെ വിളക്കിലൊഴിക്കുന്ന എണ്ണയുണ്ടല്ലോ അതൊഴിച്ച് കത്തിക്കുകയും ചെയ്യണം. ഒരു മടി ഈ ഒരു കാര്യത്തിൽ വിചാരിക്കരുത്. 100% ഗ്യാരണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കാൻ, അതായത് വിജയത്തിലേക്കുള്ള മാറ്റം സംഭവിക്കാൻ വേണ്ടി കാണുന്ന ഒരു ലക്ഷണങ്ങളാണിതൊക്കെ. നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ.